ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ മോർച്ചറി അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ നമ്മൾ അടുത്ത പാർട്ടാണ്, അതായത് ബാക്കി പാർട്ടാണ്. ഇവിടെ നിന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ ശരിക്കത്തെ സ്റ്റോറി തുടങ്ങാൻ പോകുന്നത്. ഒരു അടിപൊളി സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഈ ഒരു ഗെയിം എങ്ങനെ കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നമ്മൾ പ്രേതത്തിനെ തളയ്ക്കുകയും പ്രേതത്തിനെ കത്തിക്കുകയും ഒക്കെ വേണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്കിപ്പോൾ ഒരു കോള് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർച്ചറിയിലെ മറ്റു പുള്ളിയാണ് വിളിച്ചത് ഗൈസ്. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും കൊള്ളാം. നമുക്ക് നേരെ നമ്മുടെ ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഈ കോളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോർച്ചറിയിൽ 3 ബോഡി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ 3 ബോഡിയും ഇതുവരെ നമ്മൾ ക്ലീൻ ചെയ്തില്ല ഫസ്റ്റ്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് അവിടെ വെക്കുക എന്നാണ് പുള്ളി പറയുന്നത്. നമുക്കപ്പം എന്തായാലും നമ്മൾ പുള്ളിക്കാരത്തി അങ്ങോട്ട് ജോലിക്ക് കയറി ഉടനെ തന്നെ നമുക്ക് എന്തായാലും അവിടുന്ന് സ്കൂട്ടാവാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരത്തി എന്ത് ചെയ്യും, ഓക്കെ ചെയ്യാം എന്നൊക്കെയാണ് ഈ ഒരു സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ നമ്മൾ കൂട്ടുകാരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരത്തി. ആ സമയത്താണ് നമുക്ക് ഈ ഒരു കോള് വന്നത്. നമ്മൾ അതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്തിൽ കാണിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും കൊള്ളാം ഗൈസ്. ഇപ്പോൾ മോർച്ചറിലോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അത് നമുക്ക് വളരെ അത്യാവശ്യം തന്നെയാണ്. നമുക്ക് ഇനിയുമാണ് ഈ ഒരു ഗെയിമിൽ ഫുൾ സ്റ്റോറി വരാൻ പോകുന്നത്. ഈ ഒരു പ്രേതത്തിനെ എങ്ങനെയാണ് തളയ്ക്കേണ്ടതെന്നും എന്താ ചെയ്യേണ്ടതെന്നും എല്ലാം ഇതിലുണ്ട്. എങ്ങനെയാണ് പ്രേതം വരുന്നതെന്നും എല്ലാം കാണിച്ചു തരാം. എന്തായാലും ഗൈസ്, നമുക്ക് മോർച്ചറിയിലോട്ട് പോവാം. അപ്പം മച്ചന്മാരെ, നമ്മളിതേ കാറിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ കാറങ്ങോട്ട് തുറക്കണം. വെളിയിലൊക്കെ ഭയങ്കര മഴയാണ്, ആകെ സീനായിട്ട് നിൽക്കുകയാണ്. നമുക്ക് എന്തായാലും കാറങ്ങോട്ട് തുറക്കാം. കാറിൽ ലൈറ്റൊക്കെ കത്തുന്നു കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും ഡോറ് തുറന്നിട്ടുണ്ട്. അകത്തെല്ലാം വെള്ളം വീഴും തോന്നുന്നു. കാറിനകത്ത് ഡോർ അടച്ച് നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് നേരെ പോയിട്ട് പുറകിലൊന്നും ആരുമില്ല, സേഫാണ്. ഓക്കെ, നമ്മൾ ഡോറ് തുറന്നു. ഓക്കെ, നമ്മൾ ഡോർ അടച്ചു ഗൈസ്. ഇത് ഡോർ തുറക്കുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ, ഓർത്തോണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇനിയും പറയാൻ പറ്റത്തില്ല, പ്രേതമൊക്കെ ഇല്ലേ. ഡോറൊക്കെ തുറന്നൊക്കെ വരും. എന്ത് സൗണ്ട് കേട്ടല്ലോ, എന്തോ ഒരു സൗണ്ട് കേട്ടില്ലേ ഗൈസ്? സൗണ്ട് കേട്ട പോലെയാണ് തോന്നുന്നത്. എന്താടാ വെളിയിൽ ഗൈസ്? വെളിയിൽ ആരോ നിപ്പുണ്ട്. തുറക്കാനും പറ്റുന്നില്ല. ഇതെന്ത് സാധനം? കോളും വന്ന് ഗൈസ്, കോളം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ രക്ഷിക്കാൻ പറയുന്നുണ്ട് പുള്ളിയോട്. അതായത് മറ്റേ മോർച്ചറിയിലെ മറ്റേ പുള്ളി ഉണ്ടല്ലോ ഗൈസ്, അതായത് നമ്മളെ വിളിച്ചു പറഞ്ഞില്ലേ ജോലിക്ക് നിൽക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പുള്ളിയെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ആ പുള്ളിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പുള്ളി അപ്പം ഇതുപോലെ കാര്യം പറയാണ്, പുള്ളി സ്റ്റോറി പറയാണ്. അതായത് ഈ ഒരു വീട്ടിൽ ശരിക്കും പറഞ്ഞ പ്രേതമുണ്ട്. ആ ഒരു പ്രേതത്തിൻ്റെ പേര് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ സംഭവമുണ്ട്. അതെല്ലാം കണ്ടുപിടിച്ചിട്ട് ആ ഒരു ബോഡി കത്തിച്ച് കളയണം. അതാണ് ഈ ഒരു ഗെയിം ഗൈസ്. നമ്മൾ പറയുമ്പോൾ ഇച്ചിരി എളുപ്പമാണ്, പക്ഷെ കളിക്കുമ്പോൾ ഇല്ല, ഒരു 2-2.5-3 മണിക്കൂറിൻ്റെ കളി വരും. സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ, നല്ല ടാസ്ക്കാണ്. കാരണം നമ്മൾ ആ ഒരു ബോഡിയെ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കിതുപോലെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പം മച്ചന്മാരെ, നമുക്കപ്പം കുറേ പണിയുണ്ട്. നമുക്കെല്ലാം അങ്ങോട്ട് തുടങ്ങാം. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റോറി പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മോർച്ചറി കയറുന്ന ജോലി ഫസ്റ്റ് അങ്ങോട്ട് തുടങ്ങാം. മച്ചന്മാരെ, നമ്മൾ ഇതേ മോർച്ചറിയിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മുടെ ഹാൾ കീ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഹാൾ കീ ഒക്കെ തുറന്ന് ഹാൾ ഡോറൊക്കെ തുറന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ മോർച്ചറിക്കകത്തോട്ടുള്ള വാതിൽ. അതും നമ്മൾ തുറന്ന് നമ്മൾ റൂമിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കോളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തു. പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേപ്പ് റെക്കോർഡും കാര്യങ്ങളൊക്കെ സംഭവമൊക്കെ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്യുക, അതിനകത്ത് പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫോൺ വിളിക്കാൻ പറ്റത്തില്ല, കാരണം ഫോൺ വിളിക്കുന്ന സമയത്ത് നമ്മളെ പ്രേതം തന്നെ നമ്മളെ ഫോണിൽ കൂടെ നമ്മുടെ സൗണ്ടിൽ തന്നെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അതുകൊണ്ട് റെക്കോർഡർ മാത്രം എടുക്കുക, അത് മാത്രം കേൾക്കുക. അല്ലാതെ ഫോൺ ചെയ്യുന്ന സമയത്ത് എടുക്കുമ്പം നമ്മൾ വിചാരിക്കും വേറൊരാളാണ്, പക്ഷേ ശരിക്കും അത് പ്രേതമായിരിക്കും. എന്നിട്ട് നമുക്കുള്ള ട്രാപ്പ് പുള്ളിക്കാരത്തിൽ തന്നെ ഒപ്പിച്ച് തരുമെന്നാണ്, അങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത്. നമുക്ക് എന്തും ആയിക്കോട്ടെ, നമുക്ക് നേരെ അങ്ങോട്ട് ജോലിയിലേക്ക് കിടക്കാം ഗൈസ്. സാധനങ്ങളൊക്കെ എടുത്തിട്ട് ജോലിയിലേക്ക് കിടക്കാം.
അപ്പോൾ ഗൈസ് നമുക്ക് ഇതങ്ങോട്ട് എടുക്കാം. ഓക്കെ മച്ചന്മാരെ, നമ്മൾ അത് സംഭവമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതേ നമ്മൾ ബെഡും കാര്യങ്ങളും സംഭവമൊക്കെയാണ്. അതിന് മുന്നേ നമ്മൾ ഡോറെല്ലാം തുറക്കണ്ടേ? ഡോറ് തുറന്നാലല്ലേ നമുക്കതുകൊണ്ട് അങ്ങോട്ട് നീങ്ങി പോകാൻ പറ്റൂ. ഓക്കെ, ഇതേ ഇവിടെയാണ് ശവങ്ങളെല്ലാം ഇരിക്കുന്നത്. 3 ഉള്ളൂ. 3 ക്ലീൻ ചെയ്യണം. 3 ക്ലീൻ ചെയ്യുന്നതിനകത്ത് ആ ഒരു 3 ഏതോ ഒരു ശവത്തിൽ പ്രേതമുണ്ട്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനാണ് കുറച്ച് പാട്. നല്ല ടാസ്ക്കാണ് കേട്ടോ ഗൈസ്. നമ്മളെ നല്ലപോലെ പേടിപ്പിക്കും. നല്ലപോലെ എന്തായാലും ഗൈസ് ഫുൾ വീഡിയോ കാണുക. നമ്മൾ ഫസ്റ്റ് ആളത്തെ ഇങ്ങോട്ട് പോട്ടെ. ഇത് പെങ്കച്ചാണോ ഗൈസ്? ഇത് പെണ്ണാന്ന് തോന്നുന്നു. ഇത് പെണ്ണ. ഓ ഇതെന്ത് വീരാത്ത. ഓക്കെ വീണു. ഇങ്ങനെയായിരുന്നല്ലേ? ഓക്കെ സെറ്റായി. ഇതിനകത്ത് കിടക്കണോ അതോ എനിക്ക് തോന്നിയതാന്ന് തോന്നുന്നു കേട്ടോ. ആരോ അവിടെ നിന്നോലൊരു തോന്നല്. എന്തോ ആയിക്കോട്ടെ ഗൈസ്, നമുക്ക് നേരെ മുന്നിട്ട് അങ്ങോട്ട് പോവാം. ധൈര്യത്തോടെ തന്നെ നിൽക്കണം. നമ്മൾ പേടിക്കാനേ പാടില്ല ഗൈസ്. പക്ഷെ സത്യം പറയല്ലേ, ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴല്ലേ ചങ്ക് പൊട്ടും. ഓക്കെ, നമുക്ക് ഈ ഡോർ അങ്ങോട്ട് അടയ്ക്കാം. അടച്ച് ഈ ഡോറൂടെ അങ്ങോട്ട് അടയ്ക്കാം. അപ്പോൾ നമ്മൾ ആ ഡോറും കാര്യങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. മച്ചന്മാരെ, നമുക്കിനിയും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ റെക്കോർഡർ ഇരിപ്പുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് എടുക്കുക. ഇതെല്ലാം അങ്ങോട്ട് കേൾക്കുക. അവർ പുള്ളി പറയുന്ന ഇംഗ്ലീഷ് നമുക്കൊന്നും മനസ്സിലാവത്തു പോലില്ല. ഉള്ള കാര്യം പറയാമല്ലോ. പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അതായത് ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ ഈ പ്രേതത്തിനെ കണ്ടുപിടിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പിലും കുറച്ച് പരിപാടികളുണ്ട് നമ്മളിതിൽ ചെയ്യാൻ. നമുക്ക് എന്തായാലും സംഭവം അങ്ങോട്ട് സ്കാൻ ചെയ്യാം. എന്തൊക്കെയാണ് ഇവിടൊക്കെയാണെന്ന് അറിയണമല്ലോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റിലത്തെ പുള്ളിക്കാരത്തി ഫേസിൽ സീനൊന്നും ഇല്ല. ആ ചെസ്റ്റിന് അവിടെ എന്തോ സീനുണ്ട്. ഓക്കെ, കറണ്ട് പോയി മച്ചാരെ. കറണ്ട് പോയി. വീടിയാന്ന് ഗൈസ്. നല്ല വീഡിയാന്നുണ്ട് കേട്ടാ. നല്ല ടാസ്ക്കാണ്. എനിക്ക് വയ്യ. ഇതെന്ത് സംഭവം എന്താ ഗൈസ്? നമ്മൾ പാനിക് ആയിട്ടുണ്ട്. ഇല്ല സീനൊന്നും ഇല്ല. ഇല്ല. എല്ലാം ഒതുങ്ങ്. ഒരു കുഴപ്പമില്ല. നമുക്ക് തോന്നുന്നേ ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ് ഗൈസ്. ഗൈസ്, നമ്മൾ സെറ്റായിട്ടുണ്ട്. കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. സെറ്റല്ലേ? കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. വല്ലാതൊക്കെ ഒരു കാഴ്ച അങ്ങോട്ടൊന്നും സെറ്റാവുന്നില്ലല്ലോ. ശരി. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ പേടിപ്പിക്കുക. തൊലിച്ചൊരു പ്രേതം. ഓക്കെ, നമ്മൾ ഈ ഒരു പെൻസിലും പേപ്പറും കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ പ്രേതത്തിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഈ സംഭവം എന്താ പറയുക, നമ്മളൊരു പാനിക്കാവുന്ന അവസ്ഥയില്ല. ആ അവസ്ഥയിൽ നമ്മൾ ഇതുപോലെ വരയ്ക്കുക. ഇതുപോലെ ഒരു തവണ വരയ്ക്കാൻ പറ്റും. ഈ സംഭവം ഇത് കത്തി തീരുന്നിടത്ത് ഒരടയാളം വരും ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ എവിടെയോ ആണ്. ഓക്കെ, ഇതുവഴി അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു മാർക്ക് വന്നിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റിലത്തെ തുരുമ്പ്. കച്ചിത്തുരുമ്പെന്ന് വേണേൽ പറയാം. ആ ഒരു മാർക്ക് കണ്ടല്ലോ, ഏകദേശം ഒരു ജെ പോലെ ഇരിക്കുന്നത്. ഇതങ്ങോട്ട് അടച്ചിടാം. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് ബാക്ക് അടിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, കൈയുടെ അവിടെ ഒരു മുറിവുണ്ടായിരുന്നു, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കൈ റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. കൈ റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഒന്നുമില്ല. കാല് നോക്കാം. കാല് നോക്കിയിട്ടും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് കാലിൽ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് കാലിലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. അതും അടിപൊളിയായിട്ട് ഇപ്പുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവമാണ് ഗൈസ്, പറഞ്ഞിട്ടൊരു കാര്യവുമില്ല.
ഓക്കെ, നമ്മുടെ കയ്യിലെന്തോ ഉണ്ട്, ചൊറി എന്താണെന്ന് തോന്നുന്നു. ഇതെന്തോ ഒളിച്ചിരിക്കുന്നത്, ഇതിങ്ങനെ അല്ലായിരുന്നില്ല ആദ്യം. ഓക്കെ, ഇവിടെ നമ്മൾ തിരിച്ച് കിടത്തിയിട്ടുണ്ട്. ഓക്കെ, അതും കാര്യമില്ല ഗൈസ്. വേറെന്താണെന്ന് കിട്ടാണ്ടല്ലോ. ഇത് മാർക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അവരെ. ഇനി നമുക്ക് നേരെ ലാപ്ടോപ്പിൽ കൊണ്ട് സംഭവം അടിക്കാം. അതായത് ഗൈസ്, നമ്മുടെ പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ എന്ത് സാധനം ഇത്, എന്താ അഡിയൽ കാസ്ട്രലിനോ അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരത്തിയുടെ പേര്. എന്തോ ആയിക്കോട്ടെ, നമുക്കതൊന്നും തിരക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇംഗ്ലീഷിന് പണ്ടേ കുറച്ച് പുറമോട്ടാണ്. അതെന്തോ ആയിക്കോട്ടെ ഗൈസ്, നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അടിച്ചു. സബ്മിറ്റ് ചെയ്യണം ഇനി. ഇപ്പോൾ ബാക്ക് അടിച്ചതിന് ഗൈസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രിൻ്ററിൽ നിന്ന് പ്രിൻ്റ് വരുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് എന്തായാലും കേൾക്കാം. നമ്മളിനി ആ പ്രിൻ്റ് അങ്ങോട്ട് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ വെളിയിൽ കൊണ്ട് വെച്ചിട്ട് വരാം ഗൈസ്. അതെ, പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് എടുക്കുക, വെളിയിൽ കൊണ്ട് ഇനി സബ്മിറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ ആ പ്രിൻ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ നമ്മൾ പടമൊക്കെ വരച്ചിട്ടുണ്ട്. ഒരു തവണ നമ്മളൊന്ന് കണ്ട് പേടിച്ച് നമ്മൾ കുറച്ച് ടാസ്ക് ആയിട്ടുണ്ട് മച്ചന്മാരെ. എന്തായാലും നമ്മൾ പ്രിൻ്റൊക്കെ കൊണ്ട് വെച്ച് ഇനി നമ്മൾ കാര്യങ്ങൾ നമ്മൾ കണ്ട് ഒളിച്ച് കിടക്കുന്നു. നമ്മളെന്തോ മിസ്സിങ് ആയിട്ടുണ്ട്. എന്താ നോക്കാം. ഇത് നമ്മുടെ ഉണ്ടെന്നാണെന്ന് തോന്നുന്നു പറയുന്നത് ഗൈസ്. ഇത് നമ്മുടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, പിന്നെ ഒന്ന് മിസ്സാക്കി. ഇനി ആ സംഭവം ആയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം, വേറൊരു സംഭവം കൂടെ ഉണ്ടല്ലോ. ഐ ക്യാപ്പ് കൂടെ എടുക്കാം, കാരണം നമ്മൾ അടുത്ത ഐ ക്യാപ്പിന് വേണ്ടി നമ്മൾ വീണ്ടും വരണ്ട. ഓക്കെ, നമ്മൾ ഐ ക്യാപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ടത്തെ അതെ, പല്ലൊക്കെ പൊളിച്ച് സെറ്റ് ചെയ്ത്. എന്ത് കളറൊക്കെയാണ് പല്ലിൻ്റെ, ഒരു മുടിഞ്ഞ കളറ്. അപ്പോൾ ഗൈസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഐ ക്യാപ്പ് കൂടെ അങ്ങോട്ട് ഇടാം മച്ചാമാരെ. നമ്മളിത് ഐ ക്യാപ്പ് വെക്കാൻ പോവാണ്. കണ്ണൊക്കെ ശരിക്കും തുറന്നിട്ട് എന്ത് ഈ ഐ ക്യാപ്പ് എന്തൊരു കോട്ടൻ്റെ എന്തോ സംഭവമാണെന്നാണ് തോന്നുന്നത്. നമ്മളത് ഐ ക്യാപ്പ് വെച്ച് കണ്ണും പൂട്ടി അവളുടെ ഓക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റിലത്തെ ഒരു 2-3 സ്റ്റേജ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കുറച്ച് പണിയുണ്ട്. ഇതങ്ങോട്ട് തുറക്കുക, ഇതങ്ങോട്ട് എടുക്കുക. ഓക്കെ, ഇനി ഇതങ്ങോട്ട് തുറക്കുക, ഈ ഒരു ബ്ലേഡ് കൂടെ അങ്ങോട്ട് എടുക്കുക. ഓക്കെ, ഇതെല്ലാം അങ്ങോട്ട് പഴയ പോലെ തന്നെ അടച്ച് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് മിക്സ് ചെയ്യണം. നമ്മൾ ഈ ഒരു ഡോർ അടച്ചതാണ്. വീണ്ടും ഇതാരോ തുറന്നു. നമ്മളെ വീണ്ടും വീണ്ടും പേടിപ്പിക്കാനായിട്ട് മച്ചന്മാരെ പ്രേതങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക, നമുക്ക് പണ്ടേ പേടിയില്ലെന്നറിയാലോ. ഓക്കെ, നമ്മൾ ഒരു മിക്സ്ചർ എടുത്ത് അങ്ങോട്ട് ഒഴിച്ച്, അടുത്ത മിക്സ്ചർ ഇപ്പോൾ എടുത്ത് അങ്ങോട്ട് ഒഴിക്കട്ടെ, ഒഴിക്കാൻ പറ്റാത്ത. ഓക്കെ, നമ്മൾ ആ ഒരു മിക്സ്ചർ എടുത്തു. 3ാമത്തെ മിക്സ്ചർ എടുത്തു. പക്ഷേ എന്തോ ഒരു സൗണ്ട് ഗൈസ് എന്താണെന്നറിഞ്ഞൂടാ. സൗണ്ട് കൂടി വരുന്നു. എടാ തേണ്ട, ആ ഡോറ് തന്നെ കിടന്ന് തുറക്കെ അടയ്ക്കായിരുന്നു. പ്രേതം പണി തുടങ്ങി വെച്ചാലെ. പ്രേതം പണി തുടങ്ങി. നമുക്ക് വള്ളി കേട്ടാ. നമുക്കിതങ്ങോട്ട് അടയ്ക്കാം. ധൈര്യം. ഓക്കെ, നമ്മൾ അതങ്ങോട്ട് അടച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ അടുത്ത മിക്സ്ചർ എടുത്ത് ഇവിടെ നേരിട്ട് അത് ആരാണ്ട് വീണ്ടും തുറന്നു. എന്താ ചെയ്യാന്ന് പറ. ഇതുകൂടെ അങ്ങോട്ട് എടുക്കട്ടെ, എന്നിട്ട് നിറച്ചിട്ട് പോയി നോക്കാം ആരാന്ന്. ഓക്കെ, നമ്മളെല്ലാം നിറച്ചിട്ടുണ്ട്. എടാ ഇതാരാടാ, എന്നാൽ ശരി. ഓക്കെ, നമ്മൾ പ്രേതത്തിനെ അവോയ്ഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. പ്രേതം ഇപ്പോൾ മുകേഷ് ആകുമെന്ന് തോന്നുന്നു. എനിക്ക് എന്ത് വിലയാടാ തരുന്നേ, അതായിരിക്കും പ്രേതത്തിൻ്റെ മനസ്സിലിപ്പം. അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും നമുക്കറിയത്തില്ല. നമുക്കിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നോക്കാം. പുള്ളിക്കാരത്തിയുടെ കഴുത്തൊന്ന് കിഴിക്കണം. അതിന് മുന്നേ നമുക്ക് ഈ റിയേജൻ്റ് എടുക്കണം. നമുക്ക് അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം ഇതിലോട്ട്. റിയേജൻ്റ് ഒഴിച്ചാലേ ഓക്കെ മെഷീൻ അടയത്തുള്ളൂ. അങ്ങനെയും ഒരു മെഷീനാണിത്. ഓക്കെ, നമ്മൾ ഇനി അങ്ങോട്ട് കഴുത്തിലാണ് പണി. പെയ്യെ ചെയ്യണം, അല്ലെ ചത്തുപോകും. ചത്ത ശവമായതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിനി പോയിട്ട് പൈപ്പ് എടുക്കണം. കുറച്ച് പൈപ്പ് ഇടാനുണ്ട് ഉള്ള കഴുത്തിൽ. നമുക്കൊക്കെ
വീട്ടിലും പോയി കിടന്നു. ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നു. രാത്രിയിലൊക്കെ ഓരോ പണിയായിട്ട് കൊണ്ടുവന്നേക്കുക ഗൈസ്. അപ്പം നമ്മൾക്ക് പൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പൈപ്പ് അങ്ങോട്ട് ഇടാം. ഓക്കെ, PVC പൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. PVC ആണെന്ന് തോന്നുന്നു, എന്തും ആയിക്കോട്ടെ. നമ്മൾ പൈപ്പ് അങ്ങോട്ട് ഇട്ട് ഓക്കെ, മെഷീൻ അങ്ങോട്ട് ഓണാക്കി. ഇതേ ചോര പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞൂടാ. നമുക്ക് പ്രേതം എന്ത് ചെയ്ത് നോക്കാം. പ്രേതം പോയി പിണങ്ങിപ്പോയി പ്രേതം ഗൈസ്. എന്താ പറ്റി ഒക്കെ ആർക്കറിയാം. ഓക്കെ ഗൈസ്, നമുക്ക് മെഷീനൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്യാം. കാരണം നമ്മുടെ ചോരയൊക്കെ പോയി, ഇനിയൊന്നും ഇല്ല ഇതിന് വെളിയിൽ പോവാൻ. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഈ സാധനം കൂടെ എടുക്കുക, ഇതങ്ങോട്ട് അടയ്ക്കുക. അടഞ്ഞില്ലേ? ഓക്കെ, അടഞ്ഞ് സെറ്റായിട്ടുണ്ട്. പുള്ളിക്കാരത്തി വീണ്ടും പണ്ടത്തെ പോലെ തന്നെ റിക്കവറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഫില്ല് ചെയ്യുന്ന സംഭവം എന്താണെന്നറിയാമോ? മറ്റേ ഒരു സംഭവമുണ്ട്, വയറ്റത്ത് കുത്തി കയറ്റി അകത്തൊരു ചാക്ക് പോലത്തെ സംഭവമുണ്ട്. അതവിടെ നിറയ്ക്കും, നമ്മളൊരു ഫ്ലൂയിഡാണ്. അപ്പോൾ നമുക്ക് അത് ചെയ്യാനുണ്ട്, അതങ്ങോട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ വരയ്ക്കാനൊക്കെ നോക്കി, അതിലൊന്നും വരയ്ക്കാനൊന്നും ഇല്ല. നമുക്ക് എന്തായാലും സംഭവം മനസ്സിലായി, അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പരിപാടി അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ, ഇതാണ് സംഭവം. ഇത്രയും വലിയൊരു കമ്പി ആ ഒരു വെയിറ്റിനകത്ത് കുത്തി കയറ്റും. എന്നിട്ട് അതിന് മുന്നേ ഒരു ചാക്കോ എന്തോ സംഭവമുണ്ട്, ഒരു ബാഗുണ്ട്, ക്യാവിറ്റി ബാഗ് എന്നോ എന്തോ ആണ് അതിൻ്റെ പേര്. അതെന്ത് നോക്കാം. അതേ ഇരിക്കുന്നത് എന്താ ഫ്ലെക്സ് ബാഗോ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, നമുക്കങ്ങോട്ട് നിറച്ചിട്ടുണ്ട്. ഓക്കെ, വയറ്റിക്ക് ഇരുത്തിയിട്ടു. ഇനി അങ്ങോട്ട് കുത്തി നിറയ്ക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് എന്തോ ക്യാവിറ്റി എന്തോ നിറയ്ക്കുകയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഓക്കെ, നമ്മളങ്ങോട്ട് ഫുള്ളങ്ങോട്ട് നിറയ്ക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ മോർച്ചറിയിലാണല്ലോ, അപ്പം ശവമൊക്കെ കുറച്ച് നേരം ഇങ്ങനെ അഴുകാതെ ഇങ്ങനെയൊക്കെ നിൽക്കണ്ടേ. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വയറ്റിനകത്ത് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഒരു വല്ലാത്തൊരു സൗണ്ടാണ് കേട്ടോ ഇതിൻ്റെ. എന്തായാലും സത്യം പറയാൻ നമുക്ക് സഹിക്കാൻ പറ്റില്ല, എന്തോ ഒരു വല്ലാത്ത സൗണ്ടാണ് ഇതിൻ്റെ. നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഗൈസ്. എന്തോ ഒരു വല്ലാത്തൊരു അവസരത്തിലിട്ട് ഇങ്ങനെ കുതിരാതാകുന്നൊരു സൗണ്ട് നമുക്ക് മനസ്സിലായല്ലോ ഗൈസ്. ഓക്കെ, നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു. എന്താ കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് ക്ലീനർ എടുക്കുക. ഇവിടെ എന്താ നോക്കട്ടെ ഗൈസ്. ഇതെന്ത് കീയാ, എക്സ്ട്രാ കീയാ. ഇതേ പുള്ളിയുടെ ലൈസൻസ്. തേങ്ങ, ഇവനെന്നെ ചതിച്ചയാ, ഇവനെന്നെ മൂഞ്ചി ചീരത്തിട്ട് ഗൈസ്. സത്യം പറയാല. എന്താ 9191 ഗൈസ്. ഇത് പാസ്വേഡാണല്ലോ, നമ്മുടെ ലാപ്ടോപ്പിനകത്ത് തന്നെ പാസ്വേഡാണ്. ഇതേ ഗൈസ്. ഓക്കെ, നൈറ്റ് ഷിഫ്റ്റ് 9191. ഓ ഷിറ്റ്, എന്ത് തേങ്ങ ഇത് ഏത് കൊല്ലത്തെ ലാപ്പാണ് ഇതൊക്കെ. ഓക്കെ, നമ്മുടെ സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചു ഗൈസ്. ഓക്കെ, നമുക്ക് ഇതാണ് നൈറ്റ് ഷിഫ്റ്റിലോട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതാണ് ഗൈസ്, ഇതാണ് നമ്മുടെ ഒരു ഡീമൻ, അതായത് ഈ ഒരു പ്രേതത്തിന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളൊരു സംഭവം എന്ന് വെച്ചുള്ള വഴികളാണ് ഇവർ ഈ പറയുന്നത്. ഈ പ്രേതത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 or 5 വീടോ എന്തോ സംഭവമുണ്ട്. അതിലേത് വീട്ടിലുള്ളതാണെന്നറിയണം. ആ വീട്ടിലുള്ള അടയാളങ്ങളാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, ഇതൊന്നൊരു വീഡിയോ ആണ് അതിൻ്റെ. നമുക്ക് നോക്കാം ഗൈസ് എന്താ സംഭവം. പ്രേതത്തിനെ എങ്ങനെ തിരിച്ചറിയാമെന്നാണെന്ന് തോന്നുന്നു. ഇതേ ഒരു ശവമാണ് കിടക്കുന്നത്. ഇത് കാലുണ്ട് ഗൈസ്. ഇതേ കാലോട് സൂം ചെയ്ത്. ഓ ഗൈസ്, കാല് അടുത്ത് വെച്ചേട്ടോ. അതായത് ശരീരം അനങ്ങും. ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രേതമുള്ള ശരീരം അനങ്ങുകയും ചെയ്യും. അങ്ങനെ കുറച്ച് അടയാളങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പ്രേതമുള്ള ശരീരത്തിലാണെങ്കിൽ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇത് നമ്മളെ ഹൗസസ് ആണ്. അതായത് ഈ ഒരു 3 ഹൗസുണ്ട്. ഇതിലേത് ഹൗസിലാണ് നമ്മുടെ ഡീമൻ എന്ന് നമുക്ക് തിരിച്ചറിയണം.
ഈ ഇങ്ങനത്തെ സിമ്പിൾസ് വരുവാണെങ്കിൽ ഇതിൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നു കിട്ടിയത് മറ്റേ ജെ പോലത്തെ സംഭവമാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് എന്തായാലും ഇത് കണ്ടുപിടിക്കാം, സമയമുണ്ട്. എന്നാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അത് ഏത് ഹൗസിലാണ് നമ്മുടെ ഡീമൻ പ്രത്യക്ഷപ്പെടുന്നത് എന്ന്. അതായത് നമുക്കിട്ട് ആപ്പ് വെച്ചേക്കുന്ന ഏത് ഹൗസിലാണ്. എന്തായാലും ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഒരു പ്ലേറ്റ് പോലത്തെ. പ്ലേറ്റിൽ ആദ്യം എന്ന് പറഞ്ഞാൽ ജെ പോലത്തെ സംഭവം എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കുക. ഇതുപോലെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വീണ്ടും അതെടുത്തിട്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിനകത്ത് എല്ലാം കൂടെ ഏകദേശം ഒരേപോലൊക്കെ വരുന്നത്. എന്നിട്ട് നമ്മൾ നോക്കുക അതിൽ എല്ലാം കൂടെ വരുന്നതിൽ ഏത് ഹൗസിലാണ്. 3 ഹൗസ് ഉണ്ടല്ലോ, അതിനകത്ത് എല്ലാം കൂടെ കറക്റ്റായിട്ട് വന്നേക്കുന്ന ഏത് ഹൗസാണെന്ന് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഗൈസ് എന്തോ പറ്റിയല്ലോ, എന്താ കരയുന്നേ ഗൈസ്, എന്താ കരയുന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ ഗൈസ്. ഇവിടെ ആരാ കരയുന്നത്? ഇതാരെ? എന്താ ഇങ്ങനെ കഴിക്കുന്നേ? ഗൈസ് ഏതോ പ്രേതമാണ്, ഇത് വള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ട്രാപ്പ് ചെയ്ത്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്തോട്ട് പോയി നോക്കാം എന്താണ് സംഭവം. കൈ ചൂണ്ടേക്കുന്നത് എവിടെയാണ്? അവിടെ ഒന്നുമില്ല. ഓഹ് തൈര് കണ്ടിട്ട് തന്നെ പേടി വരുന്നത്. ഇതിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? നമുക്ക് സാധനം എടുക്കണ്ടേ? ഇവളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? നമുക്ക് ഡോറും തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതെന്ത് തേങ്ങ ഗൈസ്, നമുക്ക് സത്യം പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഓക്കെ, ഈ ഡോറ് മാത്രം അടയ്ക്കാൻ പറ്റും. ഇത് തുറക്കട്ടെ. ഓ ഗൈസ്, അതും പൂട്ടി. ഗൈസ് നമ്മൾ ചുരുക്കി പറഞ്ഞ പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് ആ പ്രേതത്തിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളൊന്ന് പേടിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതേ അവിടെ ഇരിപ്പുണ്ട്. നോക്ക്, ഇതെന്ത് 1917. ഓ, നമ്മുടെ ഈ ഒരു സംഭവം നടക്കുന്നതല്ല, ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കുന്നത് 1917 ഓക്കെ, നമ്മളെന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പടമൊക്കെ വരച്ച് കുട്ടപ്പനായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഡോറൊക്കെ അടച്ച് ഓടി അങ്ങോട്ട് പോവാം ഗൈസ്. നമ്മൾ ഡോറ് അടച്ച് അപ്പം തന്നെ, കാരണം നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഗൈസ്. ടാങ്ക് ക്ലീനർ ഇട്ട് ഒഴിച്ച് ടാങ്കും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അടുത്ത നമ്മുടെ പരിപാടി എന്താ നോക്കാം ഗൈസ്. താഴെ ഒരു വാഷ് ബേസിൻ പോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഓ, നമ്മളെ ചോര ഇങ്ങനെ ഒഴുകി വീഴാൻ വേണ്ടിയുള്ള സംഭവമാണത്. നമ്മളെ ടാങ്ക് ക്ലീനർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഗൈസ്. എന്താ ഇത് പിടിച്ചുകൊണ്ട് പോയി നോക്കാം, എന്തേലും വേണോ. ഓക്കെ, കത്തി തുടങ്ങി. കത്തി. ഓ, ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ കത്തി. ഓ, ഇവിടെ ഉണ്ട്. ഗൈസ്, അതായത് 3 തിരിച്ചിട്ടേക്കുന്നത്, 3 തിരിച്ചിട്ടേക്കുന്നതാണ് അടുത്തത് നമുക്ക് കിട്ടിയത്. ഇനി അതങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. നമ്മുടെ ഡീമൻ ഏത് ഹൗസാണെന്ന് നമുക്ക് ഇപ്പം മനസ്സിലാക്കാം. 3 തിരിച്ചിട്ടേക്കുന്നിടത്ത് ഇവിടെ വെക്കാം അല്ലേ, ഇവിടെ ആയിരിക്കും. എന്തായാലും നമുക്ക് ക്ലോക്ക് വൈസ് തന്നെ വെച്ച് നോക്കാം. എന്തോ ആയിക്കോട്ടെ ഗൈസ്. എന്നിട്ട് വേണം നമുക്ക് ഈ സാധനം കിട്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഏത് ഹൗസിലാ പ്രേതം എന്നൊക്കെ. നമുക്കങ്ങോട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ഡോർ അങ്ങോട്ട് അടയ്ക്കുക. ഓക്കെ, മോയ്സ്ചറൈസർ അങ്ങോട്ട് തുടയ്ക്കുക. സുന്ദര കുട്ടപ്പിയാക്കിട്ടെ, നമ്മളൊന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവളെ കൊണ്ട് വെച്ചിട്ട് അടുത്ത ശവം കൊണ്ട് തന്നെ ഇപ്പോൾ വരാം ഗൈസ്. എന്തായാലും അത് സെറ്റായിട്ടുണ്ട്. അടുത്ത ശവം ഇനി എടുക്കാൻ പോയി. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ശവം എടുക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ നെക്സ്റ്റ് ശവം എന്ന് പറയുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഇവിടെയാണ്
നമ്മുടെ ഈ ശവം എടുക്കാം അല്ലേ. ഇവിടെയാണ് നമ്മുടെ അടുത്ത ശവം, ലാസ്റ്റത്തെ ശവം ഇവിടെ തന്നെയാണ്. ഇതങ്ങോട്ട് എടുക്കുക, അതെടുക്കണ്ട. ഇവിടെ നിന്നും ഒന്നുമില്ല. നമ്മളിപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടിയില്ല, ഇനി അടുത്തതിന് സമയമാവുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് പുള്ളിയെ കൊണ്ട് തിരിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. ഇവനാണോ, ഇവൻ്റെ ദേഹത്താണോ പ്രേതമാ? ഗൈസ് ഒരു പിടിയില്ല, ഇവൻ്റെയൊക്കെ ആരൊക്കെ ദേഹത്താ പ്രേതമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്താ MS ടലിയോ, ടലിയോ അങ്ങനെ എന്തോ പറഞ്ഞു. എന്തോ ഗൈസ്, ഇവിടാണ് നമ്മൾ പ്രേതത്തിനെ കത്തിക്കേണ്ട സ്ഥലം. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും പുള്ളിയെ കൊണ്ട് ഇപ്പം അങ്ങോട്ട് പോവാം. കാരണം നമുക്ക് പോകണമല്ലോ എന്തായാലും, പുള്ളിയെ കൊണ്ട് പോവാതെ പറ്റില്ലല്ലോ ഗൈസ്. നമ്മൾ വീണ്ടും നമ്മുടെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. ലൈറ്റ് പോയില്ല, കാര്യമായി. ലൈറ്റ് ഡോർ അടക്കിട്ടെ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് അടച്ചു വെക്കാം കേട്ടോ. അത് തുറക്കൊന്നും വേണ്ട ഗൈസ്. എന്തോ പറ്റി, ലൂപ്പിലായി. ഓക്കെ, നമ്മളെ പടം കിട്ടി, അടുത്ത പടം കിട്ടി. നമുക്ക് ആ പടത്തിൽ നിന്ന് അറിയാൻ പറ്റും ഏതാണ് എന്താണ് എന്നൊക്കെ. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിനോട് മാർക്ക് ചെയ്യാം. ഇവിടൊന്നും ഇല്ല. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് പുള്ളിയെ എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് സബ്മിറ്റ് ചെയ്തിട്ട് ബാക്കി തുടങ്ങാം. ഓക്കെ ഗൈസ്, നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. സംഭവം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാം സബ്മിറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത പരിപാടി അങ്ങോട്ട് തുടങ്ങാം, നമ്മുടെ മെയിൻ പരിപാടി ഗൈസ്. ഒക്കെ നമ്മൾ സംഭവമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയും പുള്ളിയുടെ വായിക്കകത്ത് കുറച്ച് അടിച്ചങ്ങോട്ട് വെക്കണം, അത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ എന്തായാലും പുള്ളിയുടെ വായിലങ്ങോട്ട് ഇടിച്ച് കുത്തി കയറ്റി വെക്കട്ടെ. ഈ സംഭവമൊക്കെ എന്തുമാത്രം ചെയ്യാനുണ്ടെന്ന് പറ ഗൈസ്. എന്തൊക്കെ വള്ളി, നമ്മൾ ഇതെല്ലാം തന്നെ ചെയ്യണം. 2 പേരുടെ വേണമായിരുന്നു, വേഗം തീർക്കായിരുന്നു. ഇതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, നമുക്ക് എന്തായാലും ഐക്യാപ്പ് വെക്കാം. ഒന്നും പറയുന്ന കാര്യമില്ല, എല്ലാം നമ്മുടെ വിധിയാണെന്ന് കൂട്ടുക. ഓക്കെ, നമ്മൾ ഐക്യാപ്പ് വെച്ചു, കണ്ണൊക്കെ അടപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം മിക്സ് ചെയ്യേണ്ടതാണ് നമ്മുടെ മെയിൻ പരിപാടി. മിക്സ് ചെയ്ത് വേണ്ട അടിക്കാൻ ഗൈസ്. നമ്മൾ മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം മിക്സ് ചെയ്തു, ഇനിയും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. നോക്കണം ഗൈസ്, ഇടയ്ക്കൊക്കെ നോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. എനിക്ക് ഇവനൊട്ടും വിശ്വാസമില്ല. ഇവനെ കാണും, ഇനി ഇവനാണോ പ്രേതമെന്ന് അറിഞ്ഞൂടാ. ഇവനെ കാണുമ്പോൾ അതുപോലെ തോന്നുന്നു ഗൈസ്, ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. തുടങ്ങി. ദേ പോന്ന്. എടാ, അവനോട് പോയി. അവനില്ലാതെ പണി നടക്കൂല ഗൈസ്, അവനോട് പോയി ഗൈസ്. എടാ, എന്തൊക്കെയാ നടക്കുന്നേ എൻ്റെ ദൈവമേ ഗൈസ്. ചെറിയ പേടിയുണ്ട് കേട്ടോ, കുഞ്ഞൊരു പേടിയുണ്ട്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഡീൽ ചെയ്ത് വിടണമല്ലോ. കോപ്പ് പേടിയും വരുന്നത്, കളിക്കാനും പറ്റുന്നില്ല. മെത്തനോൾ പഴം ഗൈസ്, നമ്മൾ മെത്തനോൾ എടുത്തു, അതും ഫില്ല് ചെയ്ത് വിട്ടു. ഇനി നമുക്ക് ഗൈസ് വരയ്ക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇനി നമുക്ക് റിയേജൻ്റ് എടുക്കണം അടുത്ത. ഇപ്പോൾ ഒന്നും ഇവൻ എഴുന്നേറ്റ് വരല്ലേ ഈശ്വര, ഇതങ്ങോട്ട് പിടിച്ചുകൊണ്ട് നിൽക്കാം. എന്തെങ്കിലും ആയോ? ഇല്ല, ഒന്നും ആയിട്ടില്ല കേട്ടോ, നമ്മുടെ ടൈം ആയിട്ടില്ല. ടൈം ആവുന്നേ ഉള്ളൂ ഗൈസ്, നമുക്ക് റിയേജൻ്റ് അങ്ങോട്ട് എടുക്കുക, ഒഴിക്കുക. റിയേജൻ്റ് എടുത്തങ്ങോട്ട് ഒഴിക്കുക. ഓക്കെ, നമ്മൾ റിയേജൻ്റ് ഒഴിച്ചു, അടച്ചു, സെറ്റാക്കി. ഇനി നമുക്ക് പുള്ളിയുടെ കഴുത്തിൽ കുറച്ച് തുളയിടണം, PVC പൈപ്പ് ഊത്തണം, ചോര ഒഴുക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഗൈസ്. നമ്മൾ അതും ചെയ്തു. നമ്മൾ എല്ലാം ചെയ്തിട്ട് നമ്മളെ മെഷീൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ മെഷീൻ ഓഫ് ചെയ്തു, കാരണം
ഗൈസ് നമുക്ക് അങ്ങോട്ട് ഇടയ്ക്കൊന്ന് ഓടിച്ചു വിടണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഇതിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നല്ല ലാഗായിരിക്കും ഗൈസ്, നല്ല ലാഗായിരിക്കും. എന്തായാലും നമുക്ക് ഇവിടെ കഴുത്തൊക്കെ അടച്ച് സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കറണ്ട് പോയി ഇല്ല. ഓക്കെ, നമ്മൾ ബാഗ് എടുത്തു. ഓക്കെ ഗൈസ്, നമ്മൾ അതും സെറ്റ് ചെയ്തു. ഇനി എന്താ നമുക്ക് വേണ്ടേ? ഇത് നിറയ്ക്കണ്ടേ? ഓക്കെ, അതും സെറ്റായി. പക്ഷേ എവിടെ ഒരു കൊട്ട് കേട്ടില്ല ഞാൻ. എവിടാന്നൊരു പിടിയില്ല. ആരാണ്ട് കൊട്ടി. ഇവിടെ ഒന്നും ആരുമില്ല. എന്തോ ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് ബാഗ് നിറയ്ക്കാം, ബാക്കി പണി ചെയ്യാം ഗൈസ്. ഓക്കെ, ബാക്കി പണി ചെയ്യാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പണി ചെയ്യട്ടെ. ഇത് വേഗം തീരുന്നില്ല. ഇതാണ് മെയിൻ പ്രശ്നം. ഇവൻ്റെ വയറ്റത്ത് അവിടെ ഇവിടെയൊക്കെ നിറയുന്നുള്ളൂ, ഇടയ്ക്കൊന്നും നിറയുന്നൊന്നുമില്ല. എന്ത് പറയാനാന്ന് പറ ഗൈസ്. എന്തോ വയറാണ് ഇവൻ്റെ. വയറിച്ചിരി കുറയ്ക്കണം, ഇത് വയറ് കൂടുതലാണ് ഗൈസ്. ഈ ഒരു ഏരിയ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വിടട്ടെ. ഓക്കെ, തീർന്നു ഗൈസ്. എന്താ കോള് വന്നിട്ടുണ്ട്. ഇതെന്താ ഗൈസ്? ഇതാരാന്ന് അറിഞ്ഞൂടാ ഗൈസ്. ഇത് പ്രേതമാണ്. ഇത് പ്രേതമാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, ഇത് പ്രേതമാണ്. നമുക്ക് അപ്പോഴേ മനസ്സിലായി ഇത് പ്രേതമാണെന്ന്. അപ്പോഴേ മനസ്സിലായി ഗൈസ്. സീനാണ്. ഇത് പ്രേതമാണ് കേട്ടോ. ഇത് നമ്മളെ വലിപ്പിക്കാനുള്ള കളിയാണ് സത്യം പറഞ്ഞ് ഇപ്പോൾ കളിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് പേടിയൊന്നും ഇല്ലല്ലോ. നമുക്കിനി നേരെ പോവാം നമ്മുടെ ബാത്റൂം ക്ലീനർ എടുക്കാൻ. ബാത്റൂം പോയിട്ട് ടാങ്ക് ക്ലീനർ എടുക്കാൻ ഗൈസ്. ഓക്കെ, ഇതെവിടെ പോന്നു? ഇതെന്തോ ഉറങ്ങുന്ന ഗൈസ്. എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നത് ഗൈസ്. എന്തോ സൗണ്ട് കേൾക്കുന്നല്ലോ. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തോന്നൊരു പിടിയില്ല ഗൈസ്. ലാപ്പ് അടിച്ചു പോയെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ കണ്ണു പറഞ്ഞു. ഇതെവിടാ ഗൈസ്? നമ്മുടെ കൂട്ടത്തിൽ ആരുണ്ട്? ഇതാരാ ഗൈസ്? ഇത് നമ്മുടെ ബോയ് ഫ്രണ്ടാണോ? എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഗൈസ് ആംബുലൻസിൻ്റെ ലൈറ്റാണെന്ന് തോന്നുന്നത്. നമുക്കൊട്ടും വയ്യ കേട്ടോ. നമ്മൾ ചാവാറായി കിടക്കുകയാണ്. ഒട്ടും വയ്യ. നമ്മളെ രക്ഷിക്കുമായിരിക്കും അല്ലേ ഗൈസ്? രക്ഷിക്കുമായിരിക്കും. ഇവിടെ ആരാണ്ടൊക്കെ അടിച്ച് കൊന്നടാവനെ. ഇവിടെ വെള്ളത്തിൽ പോയി ഗൈസ്. അതൊക്കെ ആരായി ചെയ്യുന്നത് ഗൈസ്? ഒക്കെ നമ്മൾ എഴുന്നേറ്റ് കേട്ടാ. കരഞ്ഞ് മെഴുകി ഗൈസ്. നമ്മുടെ കൂട്ടത്തിൽ ആരാണ്ടൊക്കെ അടിച്ച് കൊല്ലുവോ, ആരാണ്ടൊക്കെ അടിച്ച് വെള്ളത്തിലൊക്കെ ഇടുകയൊക്കെ ചെയ്തു ഗൈസ്. എന്തോന്നൊരു പിടിയില്ല. നമ്മളെ ചൊട്ടിച്ച് ഗൈസ്. ലൂപ്പിലായി. നമ്മുടെ പടം ഇപ്പോൾ വരും കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് പടം ഇപ്പോൾ വരും. പടം വരയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. ലൂപ്പിലായിട്ടുണ്ട്. അങ്ങോട്ട് വരയ്ക്കും വെച്ചാനേ, വരയ്ക്കാം. ഇതൊക്കെ അങ്ങോട്ട് നീട്ട് വരയ്ക്കാം. ഓക്കെ, ഇതങ്ങോട്ട് അടച്ചിട്ട് അങ്ങോട്ട് പോട്ടെ. അപ്പോൾ മച്ചന്മാരെ, നമ്മൾ പടം വരച്ചിട്ടുണ്ട്. അടുത്ത പടവും കിട്ടി. നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മൾ ഏത് ഹൗസാണെന്ന്. ഡീമൻ്റെ ഹൗസ് നമുക്ക് ആ പടത്തിൽ നിന്ന് തൂക്കാൻ പറ്റും ഗൈസ്.
ആ പടമാണ് നമ്മുടെ ഏക ഒരു കച്ചിത്തുരുമ്പ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് നോക്കാം. ഇതിൽ എനിക്ക് തോന്നുന്നുണ്ട് ഇത് കണ്ട ഈ ഒരു 3 ഉണ്ട്, ആ ഒരു ഇസഡും ഉണ്ട്, ഇതിലും ഉണ്ടല്ലോ ജേവോരൊക്കെ സംഭവം. അല്ല ഇസഡില്ല, നമുക്ക് ജേവോരൊക്കെ സംഭവമൊക്കെ അല്ലേ ഉള്ളൂ ഗൈസ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റിലത്തെ ഹൗസിലാണെന്ന് തോന്നുന്നു. എന്തോ ആയിക്കോട്ടെ, നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഈ ഒരു ശവം കൂടെ അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങ് നമുക്ക് നിർത്താം. അപ്പോൾ നമ്മൾ തുടച്ചങ്ങോട്ട് സുന്ദര കുട്ടപ്പനാക്കാം ഇവനെ തുടച്ച് ഇത്രയൊക്കെ തുടച്ചാൽ പോലെ. ഇവനെ ഇതിന് മാത്രം മോയ്സ്ചറൈസറൊക്കെ എന്തിനു ഇവന്? അല്ല അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ അനാവശ്യമായിട്ട് ഇവൻ സുന്ദരനാക്കുക കേട്ടോ. അതെന്തോ ആയിക്കോട്ടെ, എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. അവിടെ ആരോ നിൽക്കുന്നതാണോ അതെനിക്ക് തോന്നുകയാണോ? എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം ഗൈസ്. എനിക്കൊരു പിടിയില്ല അവൾ ആരാണ്ട് നിൽക്കുന്നതാണോ പോകുന്നതാണോ. ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ പുറയിലൊരുത്തം വന്ന് നിന്ന് ഇങ്ങനെ ചത്തുപോകും ഞാൻ ഗൈസ്. നമ്മൾ ശരിക്കത്തെ അവസ്ഥ ഇതൊക്കെ ആയിരുന്നെങ്കിൽ അയ്യോ ഞാനൊന്നും ഒരിക്കലും. ഇതാര്? ഇവനെ ഞാൻ എടുത്തില്ലല്ലോ. അതിന് മുന്നേ ഇവനെ ആര് തുറന്നു വെച്ചേ? എൻ്റെ ദൈവമേ, മെഴുകി ഗൈസ്. ഇവിടെ എല്ലാം പ്രേതമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് പ്രേതമാണ്. ഒരു തൊലിഞ്ഞ അവസ്ഥയായതുകൊണ്ട് ഞാൻ പൂപ്പന ഇതിനകത്തോട്ട് പോകും. ഓക്കെ ഗൈസ്, ഡോർ അടയ്ക്കാൻ പറ്റുന്നില്ല. ഇച്ചിരി അങ്ങോട്ട് കയറാൻ പോവാം. ഓക്കെ, നമ്മൾ ഡോർ അടച്ചു. ഓക്കെ, നമ്മൾ അടുത്ത സാധനം വലിച്ചിങ്ങോട്ട് എടുത്തു. നമ്മുടെ പുള്ളി അങ്ങോട്ട് ഇടിച്ച് കയറ്റാം. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നമ്മൾ രണ്ടാമത്തെ ശവവും കൂടെ വൃത്തിയാക്കിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ അടുത്ത പാർട്ടിലായിരിക്കും. എന്തായാലും അതുകൂടെ കാണുക. ഇത്ര കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫുൾ വീഡിയോ കണ്ടു നോക്കുക. എന്തായാലും ഗൈസ് ഉറപ്പായിട്ട് നമ്മുടെ ഫുൾ വീഡിയോ കാണുക. നമ്മുടെ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ ബായ്. നമുക്ക് ഈ ശവം കൂടെ എടുത്തിട്ട് അവിടെ കൊണ്ട് വെച്ചാൽ പോരെ ഗൈസ്? എന്നിട്ട് നമുക്ക് പോവാം അല്ലേ? ഇതങ്ങോട്ട് അടയ്ക്കുക. പുള്ളിയുടെ പേരെന്ത് വായിക്കാനും പറ്റുന്നില്ലല്ലോ. ഈ പുള്ളിയുടെ പേര്? പക്ഷെ പുള്ളിക്ക് അത്യാവശ്യം പ്രായമുണ്ട് കേട്ടോ. പുള്ളിയുടെ പേര് തിമോത്തി ഷോർപ്പ് എന്നാണ് പുള്ളിയുടെ പേര് പറയുന്നത്. തിമോത്തി ഷോർപ്പ് എന്നാണ്, നമുക്കറിഞ്ഞുവിടാ ഗൈസ്. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ദേഹത്താണെന്ന് തോന്നുന്നു പ്രേതം. തിമോത്തിയുടെ ദേഹത്താണ് പ്രേതം. പേരൊക്കെ വെച്ച് നോക്കുമ്പോൾ തിമോത്തിയുടെ ദേഹത്തായിരിക്കും ഗൈസ് പ്രേതം ഉറപ്പായിട്ടും. എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.